ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഏറ്റവും സ്നേഹമുള്ള പ്രേക്ഷകരെ, ജൂൺ മാസം ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന മാസമാണ്. ജൂൺ 15-ാം തീയതി വെള്ളിയാഴ്ചയാണ് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തിരുനാൾ ഈ വർഷം സഭയിൽ ആചരിക്കുന്നത്. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സംരക്ഷണയിൽ നമുക്കെല്ലാവർക്കും സമൃദ്ധമായിട്ടുള്ള ദൈവികമായിട്ടുള്ള കൃപ ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. തിരുഹൃദയത്തിൻ്റെ തണലിൽ അഭയം ഗമിക്കാനും ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും പൈശാചികമായിട്ടുള്ള സ്വാധീനങ്ങളിൽ നിന്നും ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ പരിപാലനയിൽ രക്ഷ നേടുവാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 17-ാം അധ്യായത്തിൽ 19-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്: അവരും സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. അവരും സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. തിരുഹൃദയത്തിൻ്റെ തിരുനാൾ ആചരിക്കുമ്പോൾ നമ്മെ ഏറ്റവും കൂടുതൽ വിചിന്തനത്തിന് പ്രേരകമാകുന്നത് ഈശോയുടെ ശൂന്യവൽക്കരണത്തിലൂടെയുള്ള വിശുദ്ധീകരണമാണ്. അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസൻ്റെ രൂപം സ്വീകരിച്ച് മരണത്തോളം കീഴ്വഴങ്ങി. കുരിശുമരണത്തോളം അവിടുന്ന് കീഴ്വഴങ്ങിയത് മനുഷ്യകുലത്തെ വിശുദ്ധീകരിക്കാനാണ്. അവിടുന്ന് സഹിച്ച സഹനങ്ങളും അവിടുന്ന് വഹിച്ച കുരിശും അവിടുന്ന് ചിന്തിയ രക്തവുമൊക്കെ ഒരു വിശുദ്ധീകരണത്തിൻ്റെ ചൈതന്യത്തിലാണ് അവിടെ നടക്കുന്നത്. സുവിശേഷത്തെ നമ്മെ ഓർമ്മിപ്പിക്കുന്ന പോലെ അവരും സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടുക മനുഷ്യകുലത്തിൻ്റെ അനിവാര്യമായിട്ടുള്ള ഘടകമാണ്. യേശുവിനെ പിന്തുടരുന്ന ശിഷ്യരുടെയും അനിവാര്യമായിട്ടുള്ള ഘടകമാണ്. അവർ വിശുദ്ധീകരിക്കപ്പെടുവാൻ വേണ്ടി യേശു സ്വയം വിശുദ്ധീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ആ വിശുദ്ധീകരിക്കപ്പെടുന്നതിൻ്റെ ഏറ്റവും പര്യായമായിട്ടുള്ള അവസ്ഥയാണ് കുരിശിൽ നാം കാണുന്നത്. അതിലെ ഏറ്റവും സ്നേഹോഷ്മളമായിട്ടുള്ള ഭാഗമാണ് അവിടുത്തെ വിലാവിൽ കുന്തം കൊണ്ട് കുത്തിയപ്പോഴും അവസാനത്തുള്ളി രക്തം പോലും മനുഷ്യകുലത്തിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി ചിന്തപ്പെട്ടത്. ആ സ്നേഹത്തിൽ നിന്നാണ് ഈശോയുടെ സംരക്ഷണവും പരിപാലനയും നമുക്കൊക്കെ ലഭിക്കുന്നത്. ഇവിടെ നമ്മുടെ വിചിന്തനത്തിനായിട്ട് ഈ മാസത്തിൽ നൽകപ്പെടുന്ന കാര്യം മറ്റുള്ളവരെ വിശുദ്ധീകരിക്കുക എന്നുള്ളത് ഒരു വ്യക്തിയുടെയും ദൗത്യമാണ്. ഒരു കുടുംബനാഥൻ വിശുദ്ധീകരിക്കുന്നത് ആ കുടുംബത്തെയാണ്. ഒരു മാതാവ് വിശുദ്ധീകരിക്കുന്നത് തൻ്റെ കുടുംബത്തെയാണ്, തൻ്റെ മക്കളെ, തൻ്റെ ഭർത്താവിനെ. കുടുംബനാഥനാകട്ടെ തൻ്റെ ഭാര്യയെ, തൻ്റെ മക്കളെ. ഇങ്ങനെ മറ്റുള്ളവരെ വിശുദ്ധീകരിക്കാനായിട്ട് കഴിയണമെന്നുണ്ടെങ്കിൽ ആദ്യമേ ചെയ്യേണ്ടത് സ്വയം വിശുദ്ധീകരിക്കാനായിട്ട് തയ്യാറാണ്. സ്വയം വിശുദ്ധീകരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ മറ്റുള്ളവരെ വിശുദ്ധീകരിക്കാനായിട്ട് കഴിയൂ. ഒരു അജപാലകനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അജപാലന ധർമ്മം
നിർവഹിക്കുമ്പോൾ സ്വയം വിശുദ്ധീകരിച്ചെങ്കിൽ മാത്രമേ അജപാലന ധർമ്മം കൊണ്ട് മറ്റുള്ളവരെ വിശുദ്ധീകരിക്കാനായിട്ട് കഴിയും. ഒരു സന്യാസിനിയെയും ഒരു സന്യാസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സമർപ്പിത ജീവിതം അനുഗ്രഹപ്രദമായി തീരണമെന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് പ്രചോദനാത്മകമായിട്ടുള്ള സന്ദേശം നൽകാൻ കഴിയുന്നതിന് ഉതകുന്നതാകണമെന്നുണ്ടെങ്കിൽ ആ സമർപ്പിത ജീവിതത്തിൽ ആ വ്യക്തി തന്നെ വിശുദ്ധീകരിക്കാനായിട്ട് തയ്യാറാണ്. സ്വയം നേടുന്ന വിശുദ്ധിയിൽ നിന്നാണ് മറ്റുള്ളവരെ വിശുദ്ധീകരിക്കാൻ കഴിയുക. എങ്ങനെയാണ് സ്വയം വിശുദ്ധീകരിക്കാനായിട്ട് കഴിയുക? ഫുൾട്ടൻ ജേർഷ്യൻ മികച്ച വാഗ്മിയാണ്. അദ്ദേഹം തൻ്റെ പുസ്തകത്തിൽ ദ പ്രീസ്റ്റ് ഈസ് നോട്ട് ഹിസ് ഓൺ, പുരോഹിതൻ തനിക്ക് സ്വന്തമല്ല എന്നുള്ള ഗ്രന്ഥത്തിൽ ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ്. സ്വയം വിശുദ്ധീകരിക്കാനായിട്ട് പരിശ്രമിക്കുന്നവൻ ദൈവ ഐക്യത്തിൽ വിശ്രമം കണ്ടെത്താനായിട്ട് ഇടയാകും. ദൈവവുമായിട്ടുള്ള ഐക്യം നിലനിർത്തുന്നതിൽ യാതൊരു വിധത്തിലും വിശ്രമിക്കാനായിട്ട് ഇടയാകും. തുടർന്ന് ഫുൾട്ടൻ ജേർഷ്യൻ പറയുകയാണ്, അതുപോലെ തന്നെ ദൈവവുമായിട്ടുള്ള ഐക്യത്തിൽ ദൈവത്തെയും വിശ്രമിക്കാനായിട്ട് അനുവദിക്കുന്നു. ഇത് പറയുമ്പോൾ ന്യായാധിപൻ്റെ സമീപം വിധവ നീതി നടത്തിക്കിട്ടാനായിട്ട് സമ്മർദ്ദം ചെലുത്തുന്നത് പോലെ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ മാധ്യസ്ഥ പ്രാർത്ഥനകളും യാചനകളും വഴിയായിട്ട് നമ്മളുടെ വിചിന്തനങ്ങൾ ദൈവത്തിങ്കിലേക്ക് ഉയർത്തപ്പെടാനായിട്ടിടയാണ്. അങ്ങനെ സ്വയം വിശ്രമിക്കാൻ പാടില്ല, മറ്റുള്ളവരെ വിശ്രമിക്കാനായിട്ട് അനുവദിക്കാനും പാടില്ല. ദൈവ ഐക്യത്തിൽ അടിസ്ഥാനപരമായിട്ടുണ്ടാകേണ്ട ഘടകമായിട്ടാണ് ഫുൾട്ടൻ ജേർഷ്യൻ എന്ന് പറയുന്നത്. യാക്കോബ് ദൈവത്തോട് മല്ലിട്ടതുപോലെ പ്രാർത്ഥനകളാൽ ദൈവവുമായിട്ട് നിരന്തരം മല്ലിട്ടുകൊണ്ടിരിക്കും. അങ്ങനെ ദൈവ ഐക്യത്തിൽ സമ്പൂർണമാകുമ്പോഴാണ് സ്വയം വിശുദ്ധീകരിക്കപ്പെടാനായിട്ട് കഴിയും. അങ്ങനെ ദൈവൈക്യത്തിലൂടെ നേടുന്ന വിശുദ്ധിയായിരിക്കണം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കേണ്ടത്, മറ്റുള്ളവർക്ക് കൈമാറാനായിട്ട് ഇടയാകേണ്ടത്. വിശുദ്ധി നിറഞ്ഞ ജീവിതത്തിലൂടെ വിശുദ്ധി കൈമാറുന്നതിലൂടെ മറ്റുള്ളവരെയും വിശുദ്ധീകരിക്കാനായിട്ട് നമുക്ക് കഴിയും. പ്രിയമുള്ള പ്രേക്ഷകരെ, ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തിരുനാൾ ആചരിക്കുമ്പോൾ, ഈശോയുടെ തിരുഹൃദയത്തിന് ഈ മാസം പ്രത്യേകമായിട്ട് പ്രതിഷ്ഠിതമാകുമ്പോൾ നമ്മെ ഓർമ്മിപ്പിക്കുന്ന വിചിന്തനവും ഇത് തന്നെയാണ്. മറ്റുള്ളവരെ വിശുദ്ധീകരിക്കാനായിട്ട് കടപ്പെട്ടവരാണ് ഓരോ ക്രിസ്ത്യാനിയും. അവനായിരിക്കുന്ന സമൂഹത്തിൽ, അവനായിരിക്കുന്ന കുടുംബത്തിൽ, അവനെ പരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ ഇത് നിർവഹിക്കാനായിട്ട് കഴിയണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് സ്വയം വിശുദ്ധീകരിക്കപ്പെടാൻ ഇടയാകും. ആ വിശുദ്ധീകരിക്കപ്പെടുന്നത് ദൈവ ഐക്യത്തിലൂടെയാണ്, ദൈവവുമായിട്ടുള്ള സമ്പൂർണമായിട്ടുള്ള സമർപ്പണത്തിലൂടെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും സ്വയം വിശുദ്ധീകരിക്കപ്പെടും, മറ്റുള്ളവരെയും വിശുദ്ധീകരിക്കാനായിട്ട് നമുക്ക് കഴിയും. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും നേരുന്നതോടൊപ്പം അവിടുത്തെ തിരുഹൃദയത്തിൽ അഭയം ഗമിക്കാൻ, ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും പൈശാചികമായിട്ടുള്ള ബന്ധനങ്ങളിൽ നിന്നും സംരക്ഷിതരാകാനും ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ സ്നേഹത്തിന് ഉപരി സ്നേഹം കൈമാറാൻ ഈ വിശുദ്ധിയിലൂടെ നമുക്ക് ഏവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഏവർക്കും ദൈവാനുഗ്രഹം ആശംസിച്ചുകൊണ്ട്
നിർത്തട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.